നമസ്കാരം. നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും ഇന്ന് തിരിച്ചടികളുടെ ദിനം. ആദ്യ തിരിച്ചടി റഫാലിൽ ആണ്. മോഷണരേഖകൾ എന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തിയ വിവരങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കും. റഫാലിൽ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകി എന്ന് പറഞ്ഞാണ് മോദി നാടിളക്കി നടന്നത്. ഇനി അതിന് കഴിയില്ല. ചൗക്കിദാർ ചോർഹെ എന്ന് രാഹുൽ കൂടുതൽ ഉറക്കെ പറയും. അടുത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വകയാണ്. PM നരേന്ദ്രമോദി എന്ന സിനിമയുടെ റിലീസ് കമ്മീഷൻ വിലക്കി. നമോ ടിവിക്കും നിയന്ത്രണം ബാധകമാക്കി. മോദിയെക്കുറിച്ചുള്ള സിനിമ നാളെ റിലീസ് ചെയ്യാനിരിക്കെയാണ് കമ്മീഷൻ സ്വരം കടുപ്പിച്ചത്. കൊടുക്കുന്ന പരാതികളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വകവയ്ക്കുന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു. വോട്ടെടുപ്പെന്ന ജനാധിപത്യത്തിന്റെ വസന്തകാലത്തെ വൺമാൻ ഷോ ആക്കാൻ മോദിക്കിനി പഴയതുപോലെ കഴിയില്ലെന്ന് അവർക്ക് ആശ്വസിക്കാം. മോദിക്കെന്തുമാകാം എന്ന ഒരു മനോഭാവത്തിന്റെ വളർച്ച പ്രകടമായിരുന്നു. കോടതിയുടെയും കമ്മീഷന്റെയും നടപടികൾ ആ മനോഭാവത്തിന് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. 91 മണ്ഡലങ്ങളിലേക്ക് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി വന്ന നടപടികൾ വിധി എഴുതാൻ പോകുന്ന ജനം എങ്ങനെ വിലയിരുത്തും? കോടതിയും കമ്മീഷനും കൈക്കൊണ്ട കർക്കശ നിലപാട് ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, കുരുക്കിലാക്കിയോ കോടതിയും കമ്മീഷനും? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് മാത്യു കുഴൽനാടൻ, ബി.ജെ.പിയിൽ നിന്ന് JR പത്മകുമാർ, DYFI സംസ്ഥാന സെക്രട്ടറി A റഹീം എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. ബി.ജെ.പി പ്രതിരോധത്തിലോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ JR പത്മകുമാർ, ഈ റഫാലിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? റഫാലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് അതിശയോക്തിപരമായിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം റഫേലിനെ സംബന്ധിച്ച് ക്ലീൻ ചിറ്റ് നേരത്തെ നൽകിയിരുന്നു. അതിൽ തൃപ്തരാകാത്ത അന്നത്തെ ഹർജിക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച് ആ ഓർഡർ റിവ്യൂ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. റിവ്യൂ ചെയ്യണം എന്നാവശ്യപ്പെട്ട സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ അതിനോടൊപ്പം ഹാജരാക്കിയ ചില രേഖകളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ വളരെ വ്യക്തമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് നിലപാടെടുത്തു. ഇത് ഇല്ലീഗലായിട്ട് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ കോപ്പികളാണ്. അത്തരത്തിൽ ഇല്ലീഗലായിട്ട് എടുത്തുകൊണ്ട് വരുന്ന ഒരു ഡോക്യുമെൻറ്റിനെ അതിൻ്റെ വെറാസിറ്റിയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നത് അത് നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത് പരിശോധിക്കാൻ പാടില്ല, റിവ്യൂ ചെയ്യേണ്ടെന്നല്ല, അത് പരിശോധിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് കളവ് മുതലെന്നാണ്. രണ്ടാമത് കളവ് എന്ന് പറഞ്ഞാൽ രേഖ ഒറിജിനൽ മന്ത്രാലയത്തിലുണ്ട്. അതിൻ്റെ എങ്ങനെയോ അതിൻ്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ ഏതോ രീതിയിൽ ഇതിൻ്റെ രേഖകൾ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന് വിരുദ്ധമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ കോടതി റിലേ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു പ്രാഥമിക ഒരു പ്രിലിമിനറി പ്രശ്നമാണ് ഉയർത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഓഫ് ലായാണ് ഉയർത്തിയിട്ടുള്ളത്. അത് കോടതി പറഞ്ഞു, അല്ലാതെ ഞങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞു. പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ റാഫേൽ ഇടപാടുകളെല്ലാം തെറ്റായിരുന്നു എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ യുക്തിയാണ് മനസ്സിലാകാത്തത്. ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലാ മാത്രമാണ്. ഇതേ രീതിയിലാണ് ശബരിമലയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിലപാടെടുത്തത്. സംസ്ഥാന ഗവൺമെൻറ് ഇത് പാടില്ല, റിവ്യൂ ചെയ്യാൻ പാടില്ല, ഓപ്പൺ കോടതിയിൽ കേൾക്കാൻ പാടില്ല, ചേംബറിൽ വെച്ച് തന്നെ തള്ളണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ എന്താ? ഇല്ല, ഞങ്ങൾ ഓപ്പൺ കോടതിയിൽ കേൾക്കാൻ തീരുമാനിച്ചു എന്നാൽ ഗവൺമെൻറ് നിലപാട് തള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ സൗകര്യപൂർവ്വം മറന്നു കളയുന്നൊരു കാര്യം, ഈ ശബരിമലയുടെ കാര്യത്തിൽ അത്തരമൊരു പുനരാലോചനയിലേക്ക് സുപ്രീം കോടതിയെ പ്രേരിപ്പിക്കുന്നത് അങ്ങ് യാദൃച്ഛികമായിട്ടല്ല, ചേംബറിൽ എന്തെങ്കിലും ഒരു അസൗകര്യമുള്ളതിൻ്റെ ഭാഗമായിട്ടല്ല നമുക്ക് തുറന്ന കോടതിയിൽ കേൾക്കാമെന്ന് പറയുന്നത്. അവർ പറയുന്നുണ്ടായിരുന്നു, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ അതൊരു പൊതു സമൂഹം അത് ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നതിനെ നീതിയുടെ കാവലാൽ നോക്കുന്നു. അല്ല, ഒരു സെക്കൻഡ്, അതിനെ ഉൾക്കൊള്ളാനുള്ള വിമുഖത എന്നത് ശരിയല്ലാത്ത ഒന്നായിരിക്കുന്നത് കൊണ്ട് അതിനെ ആ ഗൗരവത്തിലെടുക്കുന്നു. ഒരു നിമിഷം, സമാനമായ ഒരു എതിർവികാരം റഫാലിൻ്റെ കാര്യത്തിലും
ഈ നാട്ടിലുണ്ടായതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അല്ല, അങ്ങനെയല്ല അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ താങ്കൾക്ക് അങ്ങനെയല്ലല്ലോ. കോടതി പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. കോടതിക്ക് മുമ്പിൽ വരുന്ന അപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് കോടതി തീരുമാനം എടുക്കുന്നത്. ആ കാര്യത്തിൽ കോടതി പറഞ്ഞു നമുക്ക് കേൾക്കാം, റിവ്യൂ കേൾക്കാം എന്ന് പറഞ്ഞാൽ നേരത്തെ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധി തെറ്റാണ് ഞങ്ങൾ എന്നുള്ള രീതിയിലല്ലല്ലോ. അതേ രീതിയിൽ തന്നെ റാഫേൽ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഒരു പ്രിലിമിനറി ഇഷ്യൂ ആണ്. ഈ ഇല്ലീഗലായി ഒബ്റ്റൈൻ ചെയ്ത ഡോക്യുമെന്റ് റിലേറ്റ് ചെയ്യണോ വേണ്ടയോ? അല്ല, അങ്ങനെ ഒരു നിയമപ്രശ്നമാണ് ഉന്നയിക്കുന്നത് എങ്കിൽ ജസ്റ്റിസ് MK ജോസഫ് അതിന് നിയമപരമായ ഉത്തരവും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിയമപ്രശ്നത്തിന്റെ ഒരു പരിമിതി ഇനിയും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടേണ്ട ഒരു അവസരം എന്ന നിലയിലേക്കല്ല ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഇനി പോവുകയാണ് കോടതി. അല്ലാതെ ഒരു സെക്കൻഡ് ചെയ്യാർ, നിങ്ങൾ പറഞ്ഞത് 2 നിയമപ്രശ്നങ്ങളാണ്. ഒന്ന് ഇത് ഔദ്യോഗിക രഹസ്യ നിയമം, 2 തെളിവ് നിയമം. ഇത് രണ്ടിനും മീതെയാണ് അറിയാനുള്ള അവകാശം എന്ന നിയമമെന്ന് MK ജോസഫ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ജഡ്ജ്മെന്റിൽ അതുണ്ട് എങ്കിൽ വേണു അത് അദ്ദേഹം പറഞ്ഞ ജഡ്ജ്മെന്റ് നമ്മളെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അങ്ങനെയാണ് ഗവൺമെന്റ് എടുത്ത നിലപാട്. ഇല്ലീഗൽ ഒബ്റ്റൈൻ ചെയ്ത് റിലേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ അത് അല്ല, ഇത് രണ്ടിനും മീതെയാണെന്ന് പറയുമ്പോൾ എതിരഭിപ്രായം ഉന്നയിക്കാം. ഒഫീഷ്യൽ സീക്രട്ട് എന്ന വാക്കിന്റെ ഈ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഏത് സീക്രട്ട് ഡോക്യുമെന്റ് വേണമെങ്കിലും പൊതു ഡൊമിനിയിൽ കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ സീക്രട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സീക്രട്ട് എന്ന് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന്റെ ആവശ്യകത അല്ലല്ല. അവിടെയാണ് MK ജോസഫ് പറയുന്നത് ഇത് പരിപാവനമായിരിക്കുന്നത് അഴിമതി മൂടി വെക്കാനാകരുത്. അങ്ങനെയല്ലല്ലോ, അഴിമതി ഉണ്ടെന്ന് തെളിയിക്കുക. അഴിമതി ഉണ്ടെന്ന് തെളിയിക്കപ്പെടില്ല. ഈ കേസിനെ സംബന്ധിച്ച് ഒരു പ്രിലിമിനറി ഇഷ്യൂ നമുക്ക് കേൾക്കാം എന്ന് പറയുമ്പോൾ റാഫേൽ വിഷയം ഈ കോടതി ഇടപാട് തെറ്റാണ് എന്ന് രീതിയിൽ വിധി പ്രഖ്യാപിച്ചു എന്നുള്ള പ്രചരണത്തിനെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ പിന്നെ ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രതീക്ഷ വെക്കുന്നത്? അല്ല, റിവ്യൂ ചെയ്യട്ടെ. ഈ രണ്ട് കേസും റിവ്യൂ ചെയ്യട്ടെ. ശബരിമല ഇഷ്യൂ റിവ്യൂ ചെയ്യുമ്പോൾ എന്താണ് കോടതി പുതുതായി കണ്ടെത്തുന്നത് ഇതിനെ റിവ്യൂ ചെയ്യട്ടെ. ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ക്ലീൻ ചിട്ട് കൊടുത്തിട്ടുണ്ട്. CAG റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ട്. CAG റിപ്പോർട്ടിൽ 2.85% വിലക്കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ശബരിമലയുടെ അങ്ങയുടെ താരതമ്യമായത് ഞാനത് വീണ്ടും ഉദാഹരിക്കുകയാണ്. ശബരിമലയുടെ കാര്യത്തിലാണെങ്കിൽ 7-അംഗ ബെഞ്ചിന്റെ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി തന്നെ വന്ന് അതിലൊരു ക്വസ്റ്റ്യൻ ഓഫ് ലാ നേരത്തെ ഉണ്ട്. അത് ഇപ്പൊ വിഷയമല്ലാത്തോണ്ട് ഞാൻ വിധിയുണ്ട്. ശ്രീ റഹീം, ഇവിടെ ഒരു സാധാരണ നിയമപ്രശ്നം, അതിലൊരു വ്യക്തത നേടാം എന്ന സുപ്രീം കോടതിയുടെ തീരുമാനം, ഇങ്ങനെയാണോ നിങ്ങൾ ഈ റഫാലിലെ ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവിനെ കാണുന്നത്? ഒരിക്കലുമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ മോദിയുടെ അഴിമതി സർക്കാരും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെ പോലും വളരെ പുച്ഛമായി കണ്ടുകൊണ്ടിരുന്ന സംഘപരിവാർ മോദി നേതൃത്വം ഇപ്പോഴിതാ വല്ലാതെ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഞാൻ 2 കാര്യങ്ങളാണ് ഉന്നയിക്കാൻ നോക്കുന്നത്. ഒന്ന്, അപ്പോഴും ഇപ്പോഴും ശ്രീ JR പത്മകുമാറും BJPയും പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ ഭാഗമായി ഇത് ഈ വാർത്ത കൊടുത്ത പത്രവും ഹിന്ദു ദിനപത്രവും ആ മാധ്യമപ്രവർത്തന രീതിയുമാണ് അവർ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇന്ന് ശ്രീ KM ജോസഫിൻ്റെ വളരെ കൃത്യമായൊരു വിധി ഇന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം അത് പറയുന്നത് ചീഫ് ജസ്റ്റിസ് എഴുതിയ ഭാഗമാണ് ഞാൻ പറയുന്നത്. രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം എന്നാണ് ഇന്ന് പറഞ്ഞത് കോടതി. ഹിന്ദു ദിനപത്രത്തിൽ പുറത്തു വന്ന രേഖകൾ സർക്കാർ ചോദ്യം ചെയ്തിട്ടില്ല. ഇത്തരം പ്രസിദ്ധീകരണം വിലക്കുന്ന ഒരു നിയമവും കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുമില്ല. മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച കോടതി വിധികൾ ഓർമ്മിപ്പിക്കുന്നതാണ് രേഖകൾ പ്രസിദ്ധീകരിച്ച നടപടി. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന JR പത്മകുമാറിനുള്ള മറുപടിയാണ്, എൻ്റെതല്ല, ചീഫ് ജസ്റ്റിസിൻ്റെ വകയായി വന്നതാണ്. പെൻഡഗൺ പേപ്പറുകൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കാൻ വിസമ്മതിച്ച US സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് ചീഫ് ജസ്റ്റിസിൻ്റെ വിധി പറഞ്ഞു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? BJP എപ്പോഴും അങ്ങനെയാണ്. കട്ടവരല്ല അവരുടെ മുമ്പിൽ കുഴപ്പക്കാർ, കള്ളന്മാരല്ല കുഴപ്പക്കാർ. ആ കള്ളത്തരം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്താൽ അതാണ് കുഴപ്പം. ഇപ്പോൾ BV രാജേഷ് എന്ന് പറയുന്ന BJP നേതാവിനെതിരാണ് നടപടിയെടുത്തത്. ഇവർ നടത്തിയൊരു വലിയ അഴിമതി, കേന്ദ്രത്തിലിരിക്കുന്ന ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു അഴിമതി. ഇവിടെ മെഡിക്കൽ കോഴ, ആ മെഡിക്കൽ കോളേജിന് അംഗീകാരമായി കൊടുക്കാമെന്ന് പറഞ്ഞ് കോടികൾ കോഴ വാങ്ങിയ ആ കോഴ വാങ്ങിയവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. അത് പത്രങ്ങളിൽ ചോർത്തിക്കൊടുത്തതൊക്കെ തെറ്റ് തന്നെയാണ്, ഞാനത് പറയുന്നില്ല. പക്ഷേ ആ ചോർത്തിക്കൊടുത്ത ആളിനാണ് നടപടി. ഇത് പൊതുവിലാണ്. ഇപ്പോൾ പറയുന്നത് എന്താ,
ഇപ്പോൾ പറയുന്നത് കട്ടോണ്ട് പോയ ഈ റഫേലിൽ കോടികൾ, ബൊഫോഴ്സിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ള നടത്തിയ മോദി കുറ്റക്കാരനല്ല, പക്ഷേ മോദിക്കെതിരെ വാർത്ത കൊടുത്ത ഹിന്ദു ദിനപത്രമാണ് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തത്. ഇത് BJPയുടെ ഒരു മിനിമം സ്കെയിൽ ഇതാണ്, അവരിങ്ങനെയാണ് അളക്കാറുള്ളത്. ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല. ഇവിടെ റഫേൽ, നിങ്ങൾ അഴിമതിക്കെതിരെ നിങ്ങൾ ഇതെങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്? രണ്ടാം UPA കാലത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ അഴിമതി, ആ അഴിമതികൾക്കെതിരെ ജനങ്ങൾ വിധിയെഴുതിയപ്പോഴാണ്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വിധിയെഴുതിയതല്ല, ആ അഴിമതി സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾ വിധിയെഴുതിയപ്പോഴാണ് നിങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടത്. പക്ഷേ നിങ്ങളോ, എത്ര അഴിമതികളാണ് നിങ്ങളിലൊക്കെ. ഇന്ത്യയിലൊരു പ്രധാനമന്ത്രിക്കും ഇതുപോലൊരു ദുര്യോഗം വന്നിട്ടില്ല. ആൽഫബറ്റിക് ഓർഡറിൽ A മുതൽ Z വരെ മോദിയുടെ കാലത്ത് നടന്ന അഴിമതികളെക്കുറിച്ചൊരു വെബ്സൈറ്റ് തന്നെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും ആൽഫബറ്റിക് ക്രമത്തിൽ, അക്ഷരമാലാ ക്രമത്തിൽ ആളുകൾക്ക് മോദി നടത്തിയ അഴിമതി, മോദിയുടെ കാലത്തിലെ അഴിമതി തിരയാൻ കഴിയുന്ന കാലം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ നിങ്ങൾ കൊള്ളയടിച്ചില്ലേ? വിമാനത്താവളങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ കൊടുത്തില്ലേ? നോട്ട് നിരോധനം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അഴിമതിയല്ലേ? ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ റഫേലൊക്കെ നടത്തിയ ഡീൽ, ഇപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ? നരേന്ദ്രമോദി ഇന്ത്യയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? നരേന്ദ്രമോദി പാർലമെൻറ്റിൽ എത്ര ദിവസമാണ് വന്നിട്ടുള്ളത്? അദ്ദേഹം ലോകം ചുറ്റുകയായിരുന്നു. ലോകം ചുറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിനോടൊപ്പം വലിയ ബിസിനസ് പ്രതിഭകൾ ഉണ്ടായിരുന്നു, ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് അവരുടെ ഇടനിലക്കാരനെ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധപതിച്ചു. അവർക്ക് വേണ്ടി ഡീലുകൾ ഉറപ്പിച്ചു. അവർക്കാവശ്യമായ ലോണുകൾ, ആ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനാവശ്യമായ വായ്പ ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വായ്പയായി കൊടുത്തു. ഇതിനെല്ലാമുള്ള ഒരു മീഡിയേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പവർ ബാർഗൈനറായി ഇദ്ദേഹം നിൽക്കുകയായിരുന്നില്ലേ? അതായിരുന്നില്ലേ മോദിയുടെ റോള്? ശരി, ഞാൻ കഴിഞ്ഞ കാലത്തെ ശ്രീ മാത്യു കുഴൽനാടൻ, ഇന്നിപ്പോ BJP പറയുന്ന പ്രധാനപ്പെട്ട എതിർവാദം, നിർമ്മലാ സീതാരാമൻ പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ രാഹുൽ പ്രചരിപ്പിക്കുന്നു എന്നാണ്. ചൗക്കീദാർ ചോർഹെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് ഇന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. എന്നാൽ അങ്ങനെ ഒരു വാചകം ഈ വിധി ന്യായത്തിലില്ല എന്ന് നിർമ്മലാ സീതാരാമൻ പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ഇവിടെ ശ്രീ JR അടക്കമുള്ളവർ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു നിയമപ്രശ്നം കോടതിയുടെ മുൻപാകെ വന്നിരിക്കുന്നു, അത് പരിശോധിക്കാൻ കോടതി സന്നദ്ധമായിരിക്കുന്നു. അതിനപ്പുറം റഫാൽ ക്ലീൻ ചിറ്റ് നൽകിയ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് ഒരു തരത്തിലും നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ഒന്നും ഇന്നുണ്ടായിട്ടില്ല എന്നാണ്. അങ്ങയുടെ പ്രതികരണം എന്താണ്? അത് BJPയുടെ ഏറ്റവും ദുർബലവും അല്ലെങ്കിൽ ഒരു രീതിയിലും ഫ്ലൈ ചെയ്യാത്ത ഒരു വാദമാണ്. എത്ര ദുർബലമായ വാദവുമായിട്ടാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് പ്രത്യക്ഷപ്പെട്ടത്. കാരണം ചൗക്കിദാർ ചോർ ഹേ എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഹി നെവർ സെഡ്, രാഹുൽ ഗാന്ധി ഒരിക്കലും വിധിന്യായത്തിൽ ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞല്ല. ആ വിധിയുടെ സ്പിരിറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP ഇതുവരെ പറഞ്ഞ വാദങ്ങൾ, സുപ്രീം കോടതിയിൽ നിന്നും റഫാൽ ഈ ഇടപാടിൽ ക്ലീൻ ചിറ്റ് കിട്ടി എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പോൾ ഈ പുതിയതായി വന്ന തെളിവുകൾ പരിശോധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അത് തീർച്ചയായിട്ടും ആ തെളിവ് കൊണ്ടുവന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ വേണം എന്ന നിലയിൽ ആർഗ്യൂ ചെയ്തിരുന്ന BJPയുടെ മുഴുവൻ കണ്ടൻഷൻ പോയി എന്ന് മാത്രമല്ല, ആ തെളിവുകൾ പരിശോധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതും ഉൾക്കൊണ്ട് വേണം അന്വേഷണം മുമ്പോട്ട് പോകാനെന്ന് പറയുമ്പോൾ ആ റഫാലിൽ ഉണ്ടായിരുന്ന കാർമേഘത്തിൻ്റെ കട്ടി കൂടുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞ നിലയിലേക്ക് ആ ഒരു വാദത്തെ ബലപ്പെടുത്തുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് ബഹുമാന്യ രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഒരു സമയത്തും ഒരിടത്തും അദ്ദേഹം വിധിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അത് അങ്ങനെ വിധിയിലില്ലാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുന്നത് എന്ന എത്ര ദുർബലമായ ബാലിശമായ വാദമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തന്നെ കാണിക്കുന്നത് ഈ വിഷയത്തിൽ അവർക്ക് എല്ലാ ഡിഫൻസും നഷ്ടപ്പെട്ടു. മോഡി സ്റ്റാൻഡ് എക്സ്പോസ്ഡ്, അല്ലെങ്കിൽ മോഡി സ്റ്റാൻഡ്സ് എക്സ്പോസ്ഡ്, BJP സ്റ്റാൻഡ്സ് എക്സ്പോസ്ഡ്. അതായത് ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർ പൊതിഞ്ഞു മൂടാൻ ശ്രമിച്ചിരുന്ന, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ പേരിൽ കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന എല്ലാ ഡിഫൻസും അവർക്ക് നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് ഇന്ന് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ അഴിമതി ഉണ്ട് എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എല്ലാ നിലയിലും ഇതിനെ കുഴിച്ചു മൂടാൻ ശ്രമിച്ച BJPക്ക് കിട്ടിയ ഏറ്റവും അവസാനത്തെ തിരിച്ചടിയാണ് ഈ ജഡ്ജ്മെന്റ് എന്നാണ് എൻ്റെ പക്ഷം. ശ്രീ കുഴൽനാടൻ, നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട
നിലപാടായി. ഈ മോദി സർക്കാർ വന്നതിന് ശേഷം വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ദുർബലമാക്കപ്പെടുന്നു, മാധ്യമങ്ങൾക്ക് ധൈര്യമില്ലാതെയാകുന്നു. പല ഘട്ടത്തിലും രാഹുൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളതുമാണ്. മാധ്യമങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു, ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്നു, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നൊക്കെ. ഇന്നിപ്പോൾ ഈ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഒരു ശക്തി എത്രത്തോളം എന്നതുകൂടി ഈ രാജ്യത്ത് സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നില്ലേ? അല്ല വേണു, ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് അല്ല ആദ്യമായി പറഞ്ഞത് ഈ ഇന്ത്യയുടെ വിവിധ സ്ഥാപനങ്ങൾ ദുർബലപ്പെടുത്തുന്നു എന്നല്ലേ. ഈ രാജ്യത്തിന് ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ നൽകിയത് ഇവിടുത്തെ പരമോന്നത നീതിപീഠത്തിലെ 4 ജഡ്ജിമാരാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ 4 ജഡ്ജിമാർ കോടതി മുറികളിൽ നിന്നും പുറത്തു വന്ന് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, ദ ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ. അതിനും വലിയൊരു ഇൻഡിക്കേഷൻ എന്താണ്? അതൊരു രാഷ്ട്രീയ ആരോപണമാണോ? അവർക്ക് എത്രയോ കാലമായി ഈ രാജ്യത്തിൻ്റെ എല്ലാ പില്ലേഴ്സിൻ്റെയും ഫങ്ഷനിങ് ഒരുപോലെ വീക്ഷിക്കുന്നവരാണ്. അങ്ങനെ സുപ്രീം കോടതിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന അടക്കം സുപ്രീം കോടതി ആദ്യം, അതിന് തൊട്ട് പിന്നാലെ നമ്മൾ കണ്ടു റിസർവ് ബാങ്കിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടക്കുന്ന രീതിയിൽ അവരുടെ, അതിനുശേഷം CBI, അതിനുശേഷം CIC, അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ. ഏത് ഭരണഘടനാ സ്ഥാപനത്തെയാണ് ഇവർ ദുർബലപ്പെടുത്താത്തത്? ഏത് ഭരണഘടനാ സ്ഥാപനത്തെയാണ് ഇവർ അറ്റാക്ക് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പം മാധ്യമങ്ങളുടെ തന്നെ തന്നെ ഒന്ന് സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും ആത്മവിമർശനപരമായിട്ടും ഒന്ന് ജനങ്ങളോട് നിങ്ങളൊക്കെ തുറന്നു പറയാൻ തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടക്കേണ്ട മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ടോ? വരേണ്ട വാർത്തകൾ അതിൻ്റെ പ്രാധാന്യത്തിൽ വരുന്നുണ്ടോ? ജനങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ എല്ലാം അറിയിക്കുന്നുണ്ടോ? ഇന്ന് നിരവധിയായ മാധ്യമ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ വക്താക്കളായി മാറിയില്ലേ? ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഏത് രാഷ്ട്രീയത്തെയാണ് അവർ പിന്തുണയ്ക്കുന്നത്? ഇത് നമ്മൾക്കൊന്നും അറിയാത്തതല്ല വേണു. ബട്ട് ഐ എം വെരി സോറി ടു സേ ദാറ്റ് ദർ ഇസ് നോ വൺ ടു സ്പീക്ക് ഔട്ട് ദിസ് ട്രൂത്ത്. ഈ സത്യം പറയാൻ ആളുകളില്ല. അവിടെയാണ് ഞാൻ നിങ്ങളെപ്പോലുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു കേരളത്തിലൊക്കെയാണ് ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഒരു തുരുത്തു പോലെ ബാക്കിയുള്ളത്, മാധ്യമധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഉള്ളത്. യു ഷുഡ് സ്പീക്ക് സോ ലൗഡ്. നിങ്ങളൊക്കെ ഒത്തിരി ഉച്ചത്തിൽ പറഞ്ഞാൽ മാത്രമേ ഈ ഞാൻ ഇടപെടുകയാണ്. ശ്രീ കുഴൽനാടൻ, ശ്രീ JR പത്മകുമാർ, നിങ്ങളുടെ രണ്ടുപേരുടെയും വിമർശനങ്ങൾക്കുള്ള മറുപടി പറയട്ടെ. അല്ല, റഹീം പറഞ്ഞ മറുപടിയിൽ അദ്ദേഹം ജനറലായിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ റാഫേൽ ഇഷ്യൂമായിട്ട് കാതലായി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിന് വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി ഒഫീഷ്യൽ സീക്രറ്റുകൾ മോഷ്ടിച്ച് പുറത്ത് പത്രത്തിന് കൊടുത്തു, പ്രസിദ്ധീകരിച്ചു എന്നാണ്. അപ്പോൾ ആ ചെയ്ത ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് അന്വേഷണം. മാധ്യമത്തിനെതിരെ പറഞ്ഞൊരു കാര്യം, മാധ്യമധർമ്മം എന്ന് പറയുമ്പോൾ ഒരു കിട്ടുന്ന രേഖ അവർക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ല. ഒരു ഡോക്യുമെന്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ പകുതി മറച്ചു വെച്ചിട്ട് ബാക്കി പ്രസിദ്ധീകരിച്ചതിലുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അഭിപ്രായം മാത്രമല്ല, ഹിന്ദുവിനും റാമിനും എതിരെ അതെ, അത് തന്നെ ഇത് അന്വേഷണം സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. അതിനെ സംബന്ധിച്ച് ആ ഒരു രേഖ പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു അവർക്ക് പൂർണ്ണമായി കിട്ടിയതല്ല. അതിനെ സംബന്ധിച്ച് മനോഹർ പരീക്കർ എഴുതിയിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റ് മറച്ചു വെച്ചിട്ട് അതിന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് മാധ്യമധർമ്മമല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാം റഹീമെ, എന്താണ് CPM-ന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന്. TP ചന്ദ്രശേഖരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടതാണ്. അച്യുതാനന്ദൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടതാണ്. എന്താണ് അദ്ദേഹത്തെ പല സമയത്തും സെൻസർ ചെയ്തത്, അഭിപ്രായം തുറന്നു പറഞ്ഞതും PBക്ക് പരാതി അയച്ചതും ഈ അവിടെ പോളിറ്റ് ബ്യൂറോ ഇതൊക്കെ പുറത്താക്കിയതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ഇത് കോർപ്പറേറ്റുകൾക്കൊക്കെ കൊടുക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമല്ലേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി നിങ്ങൾ കൊടുത്തത് LICക്കല്ല, നിങ്ങൾ കൊടുത്തത് റിലയൻസ് ഗ്രൂപ്പിനാണ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കോർപ്പറേറ്റുകളെ മൂടുണ്ടാക്കി നടന്നിട്ട് മറ്റും പറയരുത്. മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും എയർപോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തെ തന്നെ നിങ്ങൾ ലാവലിൻ കമ്പനിക്ക് കൊടുത്തിരിക്കുക. ഇപ്പോൾ അവിടുന്ന് ബോണ്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കനേഡിയയിൽ പോയി ലാവലിൻ കമ്പനിയുമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് പൈസയും വാങ്ങിക്കൊണ്ടുവന്നിട്ട് കേരളത്തിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഈ പ്രചരണം ഒന്നും നടക്കില്ല. കേരളത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവശേഷിക്കുന്ന തുരുത്ത് കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വിധി പ്രഖ്യാപിച്ച എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും തകർന്നു എന്ന് കുഴനാടൻ പറഞ്ഞു. കുഴനാടൻ ഈ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ 75-77 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ ജയിലിലടച്ചു.
അറിയാമല്ലോ. പ്രമോഷൻ നിഷേധിച്ചു, ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഇത്രയും കാലം പ്രചരിപ്പിച്ച കാര്യമാണ് വേണു സൂചിപ്പിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ രാജ്യത്താണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു സിനിമയുടെ നിരോധനം ഏർപ്പെടുത്തിയത്. അങ്ങനെ ഭരണഘടനാ സ്ഥാപനത്തെ ഞങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? ഈ കോടതി തന്നെ ഇപ്പോൾ റിവ്യൂ പെറ്റീഷനിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഒരു നിലപാട്, ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ ഓഫ് ലാ, അത് വേണ്ട എന്ന് പറഞ്ഞ്, അതല്ല ഞങ്ങൾ റിവ്യൂ നോക്കട്ടെ എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തത് കോടതിയെ BJP കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ള, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള അല്ലെങ്കിൽ ഇടപെടുന്നു എന്നുള്ള നിങ്ങളുടെ പ്രചരണത്തിന് ഏറ്റവും കനത്ത തിരിച്ചടിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ റാഫേൽ ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ CBI അന്വേഷണത്തിൽ പോകുന്നില്ല, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം പുതിയൊരു ഡോക്യുമെന്റും കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് അന്വേഷിക്കണം, റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കോടതി അതിനോടാണ് ഇപ്പൊ കൊണ്ടുവന്ന് ഹാജരാക്കിയിരിക്കുന്നത് ലീഗലി ഒബ്റ്റൈൻ ഡോക്യുമെന്റ് അല്ല എന്നുള്ളൊരു കണ്ടൻഷൻ എടുത്തത്. അത് വേണ്ട, ഞങ്ങൾ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ റാഫേൽ ഇഷ്യൂവിൽ അഴിമതി നടത്തി ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണോ ശരി? അങ്ങനെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തില്ലല്ലോ. അതിനെ സംബന്ധിച്ച് വേറൊരു ഓർഡറും കോടതി പാസ്സാക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ കഴിഞ്ഞ 60 വർഷക്കാലം ഈ രാജ്യത്ത് അഴിമതി നടത്തി, ജീപ്പ് കേസ് മുതൽ ഈ ഹെലികോപ്റ്റർ വരെ അഴിമതി നടത്തി. ഈ നമ്മളെ ഡിഫൻസുമായി ബന്ധപ്പെട്ട 1948 മുതൽ 2014 വരെയും അഴിമതി നടത്തിയ ആളുകളാണ് ഇന്ന് അതിൻ്റെ പേരിൽ ജാമ്യം എടുത്ത് നടക്കുന്ന ആളുകളാണ് ഇന്ന് വന്നിട്ട് അഴിമതി നടത്തി BJP എന്ന് അല്ലെങ്കിൽ മോഡി എന്ന് പറയുന്നത്. ഒരു കേസ് മോഡിക്കെതിരായി ഇത്തരത്തിൽ ഒരു കേസ് കാര്യമായി ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാൻ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങൾക്കറിയാം. അത് ജനങ്ങൾ ഈ 2019 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ശരി, 2 ചോദ്യങ്ങൾ കൂടി ശ്രീ ജി ആർ പത്മകുമാർ. ഒന്ന്, ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി ഉദ്യോഗസ്ഥർ അവരുടെ നിയമപരമായ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ചോർത്തി കൊടുക്കുന്നു, അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന്. ഇപ്പോൾ പുറത്തു വന്ന രേഖകൾ ഭാഗികമാണ് എന്ന് പറയുന്ന അങ്ങയുടെ വിമർശനത്തിനും ഒരുപക്ഷെ കഴമ്പുണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ നിഷേധിക്കാത്ത ചില വിവരങ്ങൾ കൂടി ഹിന്ദു പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിലൊന്ന്, ഇതിൻ്റെ വിലപേശൽ സമിതിയിലുള്ള ഉദ്യോഗസ്ഥർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അതിനെ നിഷേധിക്കാതെ പിന്നെ പറഞ്ഞ ഒരു യുക്തി എന്നത്, അതിലിപ്പോൾ 7 പേർ, അതിൽ 3 പേരാണ് എതിർത്തത്, 4 പേർ അനുകൂലിച്ചു. അപ്പോൾ ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നാണ്. എന്നാൽ പിന്നീട് ഈ ഭരണരംഗത്ത് പ്രവർത്തിച്ച ആളുകൾ അത്ഭുതത്തോടെ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല സർക്കാർ സംവിധാനം. ഒരു വിലപേശൽ സമിതിയെ നാം നിയോഗിച്ചാൽ അതിൽ 3 പേർ ന്യൂനപക്ഷമായി പോയി, 4 പേർ അനുകൂലിച്ചതുകൊണ്ട് ആ തീരുമാനം ശരിയെന്ന് വെച്ച് അതുമായി മുന്നോട്ട് പോയി എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്തൊരു കീഴ്വഴക്കമാണ്. അപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. അതും കൂടി വിഴുങ്ങണം എന്നല്ല. കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കണമെന്നല്ല. നമ്മൾക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം ഡിഫൻസിൽ നമുക്ക് നമ്മുടെ സൈനികരെ സായുധരാക്കുക, അതിന് ശക്തി കൂട്ടുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2007 നമുക്ക് പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ, പോർ വിമാനങ്ങളെ തടുക്കാൻ നമ്മുടെ വായുസേനയ്ക്ക് ശക്തരാക്കണം എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിൽ 2007 തുടങ്ങിയ ഡീലാ. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കാലം നീണ്ടു ഒരു സെക്കൻഡ് ഹിന്ദുവിന്റെ റിപ്പോർട്ട് വിശ്വസിക്കുകയാണ് എങ്കിൽ, എന്ന് വെച്ചാൽ സർക്കാർ രേഖകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുകയാണ് എങ്കിൽ, നിങ്ങളിതെല്ലാം പൂർത്തിയാക്കുമ്പോൾ അന്ന് UPA നിശ്ചയിച്ച പ്രകാരം കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ ഏതാണ്ട് 6 മാസത്തിന്റെ വ്യത്യാസം എന്തോ അല്ല അത് ഹിന്ദുവിന്റെ അഭിപ്രായമാണ്. അങ്ങനെ അല്ലല്ലോ. ഔദ്യോഗിക രേഖകളല്ല. ഔദ്യോഗിക രേഖകൾ കോടതി പരിശോധിക്കട്ടെ. കോടതി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്തുണ കിട്ടിയ സിയാൻഡേജിയിലും അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പിന്തുണ കിട്ടിയ സിയാൻഡേജിയിലെ ഒരു വിമർശനം പോലും അതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന UPA കാലത്തെ ആ കരാറിന്റെ നടപടികൾ പൂർത്തിയാക്കപ്പെട്ടാൽ, അത് മാത്രമല്ല നിങ്ങൾ പൂർത്തിയാക്കിയ കാലവും കൂടെ എടുത്താൽ ഒരു 6 മാസത്തെ കരാറിനേക്കാൾ അവർ നിശ്ചയിച്ചതിനേക്കാൾ 13 മാറ്റങ്ങൾ വരുത്തി. അത് ശരി. അപ്പൊ പുതിയ വിഷയത്തിലേക്ക് 13 മാറ്റങ്ങൾ അങ്ങ് പറഞ്ഞത് എന്താണ്? ഇവരെ സായുധമായി സജ്ജമാക്കേണ്ടതല്ലോ. ഈ അവരുണ്ടാക്കിയ കരാർ കേപ്പബിൾ അല്ല, നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല. ഇതുകൊണ്ട് 13 മാറ്റങ്ങൾ വരുത്തിയിട്ടും 2.85% വില കുറവാണ്. അതാണ് അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. അങ്ങ് പറഞ്ഞൊരു വാദം ഉണ്ടായിരുന്നു ഇവിടെ, അതായത് ഇതിന്റെ കാലതാമസം വരുമെന്ന്. അതില്ല എന്ന് ഒരു സെക്കൻഡ് ഈ 4-3 കഥ എങ്ങനെയാണ്? അല്ല, ഒരു സെക്കൻഡ്, ഈ 4-3 എന്ന് പറയുന്ന കഥ എങ്ങനെയാണ്? 4-3
4 പേർ അനുകൂലിച്ചു, 3 പേർ എതിർത്തു, 3 ന്യൂനപക്ഷമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അല്ലല്ല, അത് ഒരു പത്രം കൊണ്ടുവന്ന ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ് എന്നുള്ള ധാരണയിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെയല്ലോ, നിങ്ങൾ ആരും നിഷേധിച്ച് കണ്ടിട്ടില്ല. അല്ലല്ല, അത് സുപ്രീം എന്ന് മാത്രമല്ല അതിനെ ഈ വിധമാണ് ന്യായീകരിച്ചത്. CAG-യുടെ കയ്യിലുണ്ട്, സുപ്രീം കോടതി പരിശോധിച്ച രേഖയിൽ അതുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഡിഫൻസ് പ്രൊക്യൂർമെന്റിന് ഒരു പോളിസി ഉണ്ട്, അത് ഞങ്ങൾ ഉണ്ടാക്കിയ പോളിസി അല്ലല്ല. അത്തരം സമിതികളിലൊന്നും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഞാൻ ഇടപെടുകയാണ്. ശരി ശ്രീ കുഴൽനാടൻ, ഇവിടെ ഇപ്പോ ഈ വിഷയം എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിൽ വളരെ ചൂടുള്ള ചർച്ചയാകാൻ പോവുകയാണ്. നാളെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് 91 മണ്ഡലങ്ങളിൽ. അവിടെ ഇത് സ്വാധീനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാത്രമല്ല, ഈ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയെന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി നാടിളക്കിയുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ അദ്ദേഹം തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതിരോധത്തിലാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഇപ്പോൾ തന്നെ അവരുടെ ഒരു എതിർവാദമുണ്ട്. കള്ളന്മാർ ആരാണ് എന്നിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ? മധ്യപ്രദേശിലും കർണാടകയിലും നടത്തിയ റെയ്ഡിൽ നിന്ന് 281 കോടിയോളം അനധികൃത പണമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ആരുമായി ബന്ധമുള്ളവരുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് പിടികൂടിയത് എന്ന് അറിയാൻ ഇപ്പോൾ നാട്ടിലുള്ളവർക്കെല്ലാം കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം എതിർവാദങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കാനും പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കോടതിയുടെ വിധിയുടെ മാത്രം ബലത്തിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്ന ഈ റഫാലുമായി ബന്ധപ്പെട്ടും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രചണ്ഡമായ പ്രചാരണമുണ്ട്. അതിനെ തടയിടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്ക് വേണുവിനോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്. വേണു ഇപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ പത്മകുമാറോട് ചോദിച്ചു. അദ്ദേഹത്തിന് മറുപടി ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷെ നിങ്ങളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന റഫാൽ ഡീൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ വേഗം ചെയ്യേണ്ടതുകൊണ്ടാണ് ചെയ്യുന്നത്. അവർ വേണു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ UPA-യുടെ കാലഘട്ടത്തിലെ ആ പ്രോസസ്സ് അതേപടി കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നെങ്കിൽ മാക്സിമം 6 months-ന്റെ ഒരു പീരീഡ് വ്യത്യാസം ഉണ്ടാകുമായിരുന്നുള്ളൂ എന്ന് വ്യക്തമായ രേഖകൾ അത് CAG-യുടെ മുമ്പിലും ഇപ്പോൾ ഈ സീക്രട്ട് സുപ്രീം കോടതിയുടെ മുമ്പിലും വന്ന കാര്യമാണ്. ഇത് പറയുമ്പോൾ അതിന് മറുപടി എല്ലാത്തിനും നിങ്ങളത് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ മുമ്പോട്ട് പോകരുത്. രണ്ടാമത്തെ ചോദ്യം ഏറ്റവും പ്രസക്തമായ കാര്യം, അതായത് വിലപേശൽ സമിതി എന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു കോൺസെൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം മുമ്പോട്ട് പോകുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട്, വീണ്ടും ഒത്തിരി ഇൻപുട്സ് എടുക്കും, അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് മുന്നോട്ട് പോവുക. അങ്ങനെ ഇരിക്കെ ഇന്ന് ഇവർക്ക് ഒരു ഡിഫൻസും പറയാനില്ല. അതായത് ഇതിപ്പോ ഒരു മജോറിറ്റിയുടെ തീരുമാനത്തിൽ മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രീസിഡന്റ് ഇല്ല. അങ്ങനെ ഒരു പ്രീസിഡന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പോലും CAG പരിശോധിക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനി സുപ്രീം കോടതി പരിശോധിക്കാൻ ഇരിക്കുന്ന കാര്യമാണ്. ഈ 2 ചോദ്യങ്ങളും പ്രസക്തമായ ചോദ്യങ്ങളും ചോദിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്തപ്പോൾ നിങ്ങളത് വിട്ടുകളയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ആക്ഷേപം. ശരിയല്ല. പക്ഷേ അത് കാരണം BJP-ക്കെതിരെ ഉയരുന്ന ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് റഫേലിൽ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വേണു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ BJP ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിച്ചതിന് ശേഷം, അതായത് രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ റഫാൽ അഴിമതിയിൽ മറുപടി ഇല്ലാതെ വന്നപ്പോൾ നിരവധി തവണ ഈ ഗോൾ പോസ്റ്റുകൾ മാറ്റി സെറ്റ് ചെയ്യുന്നതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുക വരെ ചെയ്തു എന്ന് ഞാൻ പറയും. കാരണം ഒരു സമയത്ത് അവർ പാകിസ്ഥാനെ പറയും, മറ്റൊരു സമയത്ത് അവർ വർഗീയത പറയും, മറ്റൊരു സമയത്ത് അവർ റെയ്ഡിനെ കുറിച്ച് പറയും, മറ്റൊരു സമയത്ത് അവർ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറയും, മറ്റൊരു സമയത്ത് അവർ സൈന്യത്തെ കൂട്ടുപിടിക്കും. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. ഈ നരേന്ദ്രമോദി 5 കൊല്ലം ഭരിച്ചതിൻ്റെ നേട്ടത്തെ സംബന്ധിച്ച് ഒരു കാര്യം അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ റഫാൽ അഴിമതിക്കെതിരെ വ്യക്തമായ ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഈ നിരവധി ഗോൾ പോസ്റ്റുകൾ അദ്ദേഹം മാറ്റി പരീക്ഷിച്ചെങ്കിലും ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി ഇന്നത്തെ സെൻറ്റർ ഓഫ് ഡിസ്കഷൻ, അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള സെൻറ്റർ ഓഫ് ഡിസ്കഷൻ, പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഹാസ് കം ബാക്ക് ടു റഫാൽ എന്നുള്ളതാണ് ഒരു കാര്യം. സുപ്രീം കോടതി തന്നെ ക്ലീൻ ചിറ്റ് നൽകി എന്ന് അവകാശപ്പെട്ടിരുന്ന, എന്ന് നടിച്ച് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിരുന്ന നരേന്ദ്രമോദിക്കേറ്റ കനത്ത പ്രഹരമാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ രേഖകളോ അല്ലെങ്കിൽ ഈ തെളിവുകളോ ഈ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും ഇത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിനെ വയലേറ്റ് ചെയ്യുന്നതാണെന്നും ആ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കണമെന്നുള്ള ആരോപണം അല്ലെങ്കിൽ ആ ആക്ഷേപം കോടതി തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഇത് വെച്ച് പരിശോധിച്ച് ഈ റഫേൽ അഴിമതി പരിശോധിക്കാം എന്ന് പറഞ്ഞതോടുകൂടി അതൊരു പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടി വരും. മോഡി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന റഫേൽ വീണ്ടും സെന്റർ ഓഫ് അട്രാക്ഷനായി വന്നിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയം ആഞ്ഞടിക്കും. ചൗക്കീദാർ ചോർ ഹേ എന്നുള്ള മുദ്രാവാക്യം രാജ്യമെമ്പാടും മുഴങ്ങുന്ന രീതിയിലേക്ക് എത്തിച്ചത് രാഹുൽ ഗാന്ധി ഒരേ ഒരാളാണ്.
വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, വേറൊരു നേതാവില്ല. അദ്ദേഹത്തിൻ്റെ മാത്രം സംഭാവനയാണ്. നരേന്ദ്രമോദി ഇന്നിവിടെ CPM ഒക്കെ പല ആവർത്തി പറയുമല്ലോ, BJPയെ നേരിടാൻ, സംഘപരിവാറിനെ നേരിടാൻ, നരേന്ദ്രമോദിയെ നേരിടാൻ ഞങ്ങളാണ് എന്ന് ഈ രാജ്യമൊട്ടുക്ക് ചൗക്കീദാർ ചോർ ഹെ എന്ന് പറയുന്ന നിലയിലേക്കുള്ള ഒരു മുദ്രാവാക്യം പ്രതിപക്ഷത്തിന് നൽകിയത് ഈ രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ വിസ്മരിക്കരുത്. ഇന്ന് CPMന്റെ നേതാക്കന്മാരും പ്രസംഗിക്കും എത്രയോ എടുത്ത് ഞാൻ കേട്ടിരിക്കുന്നു ഇതേ മുദ്രാവാക്യം ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മോഡിക്കെതിരെ ഇത്ര എഫക്റ്റീവായ ഒരു അറ്റാക്ക് ഏത് പ്രതിപക്ഷ പാർട്ടിയാണ് കൊണ്ടുവന്നത്? ഏത് നേതാവാണ് കൊണ്ടുവന്നത്? അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഞങ്ങൾ അങ്ങേയറ്റ അഭിമാനത്തോടു കൂടി പറയുന്നു, നരേന്ദ്രമോദിയെ എക്സ്പോസ് ചെയ്യുന്നതിൽ, BJP എക്സ്പോസ് ചെയ്യുന്നതിൽ, സംഘപരിവാറിനെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ പ്രചരണമാക്കി തന്നെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ ചൗക്കീദാർ ചോർ ഹെ എന്ന മുദ്രാവാക്യം രാജ്യം ഏറ്റെടുത്തു കഴിഞ്ഞു, രാജ്യം തിരിച്ചറിഞ്ഞു. പിന്നെ ഇന്നിപ്പോൾ ഇവർ ഈ റെയ്ഡിൻ്റെ കാര്യം പറഞ്ഞ് കോൺഗ്രസിന് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഇത് തന്നെ അവർക്ക് കോൺട്രവേഴ്സ്യൽ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടിക്കുന്ന ബൂമറാങ് ആവുന്ന ആരോപണമാണ്. ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കി നൂറുകണക്കിന് ആളുകൾ മരിക്കേണ്ട സ്ഥിതി ഉണ്ടാക്കിയ നരേന്ദ്രമോദി അന്ന് പറഞ്ഞത് ഇത് ചെയ്യുന്നതോടുകൂടി ഈ രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതാകുമെന്നാണ്. എന്നിട്ട് ഇന്ന് അദ്ദേഹം പറയുന്നു 281 കോടി രൂപയുടെ കള്ളപ്പണം ഇതാ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് ആരോപണം. ഈ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇതുപോലെ സെൽഫ് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സുമായി നരേന്ദ്രമോദി മുമ്പോട്ട് വരുന്നു. 5 വർഷം ഭരിച്ചിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് കൺവിൻസിംഗ് ആയി ഒരു പരിപാടിയുടെ, ഒരു സ്കീമിന്റെ അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഒരു ക്ഷേമ പദ്ധതിയുടെ പേരിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കാനില്ലാത്ത ഒരു സർക്കാർ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നു, സൈന്യത്തെ കൂട്ടുപിടിക്കുന്നു, റെയ്ഡിനെ കൂട്ടുപിടിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ജനം പ്രബുദ്ധതയുള്ള ജനമാണ്. ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ചൗക്കീദാർ ചോർ ഹെ എന്ന മുദ്രാവാക്യമാണ്. ബേബി ചൗക്കീദാർ എന്ന മുദ്രാവാക്യം മറിച്ചു കൊണ്ടുവന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ പറഞ്ഞു, ഞാനത് പറയാൻ തയ്യാറല്ല, കാരണം ഞാൻ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന് ചൗക്കീദാറാകാൻ പറ്റില്ല, ബ്രാഹ്മണന് ചൗക്കീദാറിന് നിർദ്ദേശം കൊടുക്കുന്നവനാകാൻ പറ്റും. അതിന് മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞോ? എന്തിയ ഒരു ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നേതാവ് മറുപടി പറയാറുന്നത്? പിന്നോക്കക്കാരന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന പ്രധാനമന്ത്രിയാണല്ലോ നിങ്ങളുടെ. എന്തിയ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ചൗക്കീദാർ. നാവ് ഇറങ്ങിപ്പോയോ? നരേന്ദ്രമോദി ബ്രാഹ്മണനാണ് എന്നുള്ള രീതിയിൽ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്? എന്ത് രാഷ്ട്രീയമാണ്? സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ ചൗക്കീദാർ, ബ്രാഹ്മണന്മാർക്ക് ചൗക്കീദാറാകാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ല ഒന്നും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കുട്ടനാടൻ. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്, അവർ തീരുമാനിക്കും. മെയ് 23 കഴിഞ്ഞിട്ട് കുട്ടനാടൻ ചർച്ചയ്ക്ക് വരൂ. അന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരാണോ എന്നുള്ള കാര്യം ജനങ്ങൾ കാണിച്ചു വരും. മാത്രമല്ല ഇന്ത്യയിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നാൽ നിങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അഴിമതിയാരോട് എത്രയോ കാലം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണുവിനെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ വേണം ചർച്ച ചെയ്യാൻ, ഇങ്ങനെയാണ് ചോദിക്കാൻ. നിങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു. ഒരു സെക്കൻഡ് ശ്രീ കുഴൽനാടൻ കൂടി ഒരാൾ മോഷ്ടിച്ചാൽ സുപ്രീം കോടതി ആ ഉദ്യോഗസ്ഥനെതിരെ നടക്കുന്ന അന്വേഷണം സ്റ്റേ ചെയ്തോ? അതൊന്നും ആ കോടതിയുടെ പരിഗണനയിലേക്ക്. ഒരു സെക്കൻഡ് ഞാൻ പെട്ടെന്നുള്ളൊരു ഓർമ്മയിൽ നിന്നാണ് പറഞ്ഞത് 6 മാസമെന്ന്. 6 മാസം പോലുമല്ല CNDG പറഞ്ഞിരിക്കുന്നത്. ഓൺ ദി ഓവറോൾ ഡെലിവറി ഷെഡ്യൂൾ ഓഫ് ദി 36 jets ആസ് പെർ ദ 2016 ഡീൽ compared with the delivery of 18 jets in flyaway condition plus another 18 produced in India under license under the terms of the MMRCA proposal, CAG noted that there was an improvement of only 1 month in the 2016 contract. 18-36 ഷെഡ്യൂൾ എല്ലാം കൂടെ പാലിച്ചാൽ ഒരേ ഒരു മാസത്തെ 126 പ്ലെയിൻ ഇവിടെ ഉണ്ടാക്കി, അതിൽ 108 ഉണ്ടാക്കി വരുമ്പോ റാഫേലിന്റെ ഇതിന്റെ അപ്പുറത്ത് ഒരു 10 ജനറേഷൻ കഴിച്ചിരിക്കും. ഞാൻ CNDGയുടെ കാര്യമാണ് പറഞ്ഞത്. യുപിഐയുടെ കരാറ് കാലതാമസം വരുത്തും എന്ന നിങ്ങളുടെ വാദഗതിയെ CNDG ഖണ്ഡിക്കുന്നു. നിങ്ങൾ ഈ ബഹളങ്ങളൊക്കെ ചെയ്ത്
ചെയ്ത് നടത്തിയ ഈ കരാറ് പൂർണ്ണമായും കാലാവധി പൂർത്തിയാകുമ്പോൾ 1 മാസത്തിന്റെ കാലതാമസം മാത്രമാണ്, 1 മാസത്തിന്റെ വ്യത്യാസം മാത്രമാണ് വരുന്നത് എന്നാണ് എനിക്കിപ്പോ നമ്മളൊരു മുഷ്ടിയുദ്ധത്തിലൊന്നും അല്ല, എനിക്ക് അങ്ങയെ തോൽപ്പിച്ച് വിജയിക്കാനല്ല നിൽക്കുന്നത്. ഞാൻ ഈ വാക്കുകൾ ഉദ്ധരിച്ചത് സിയാൻ രേജിയുടെ റിപ്പോർട്ടിൽ. അതൊക്കെ പോട്ടെ, എന്ത് അഴിമതിയാണ് ഇതിനകത്ത് നടന്നത് പറയും. വരാം ചർച്ച തീർന്ന റഹീമിലേക്ക് കൂടെ പോകണം. ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.